Hello guys, welcome back to shini'skitchen. ഞാൻ ഇന്നുകൊണ്ടിരിക്കുന്ന റെസിപ്പി ഒരു പുഡിങ്ങിന്റെ റെസിപ്പിയാണ്. വളരെ ഈസിയാണ് ഈ പുഡിംഗ് തയ്യാറാക്കാൻ. അപ്പോൾ ഇതൊരു വാലന്റൈൻസ് സ്പെഷ്യൽ പുഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഈ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധികം ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ പുഡിംഗ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഈ പുഡിംഗ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ജലാറ്റിൻ എടുക്കുക. ആ ജലാറ്റിനിലേക്ക് ഞാൻ ചേർക്കുന്നത് തണുത്ത വെള്ളമാണ്. അപ്പോൾ ഈ ജലാറ്റിൻ ഒന്ന് കുതിരാനാണ് നമ്മൾ വെള്ളം ഊറ്റുന്നത്. അപ്പോൾ തണുത്ത വെള്ളം ഊറ്റി ഈ ജലാറ്റിൻ ഒന്ന് കുതിരാൻ വെക്കണം ആദ്യം. അപ്പം ഞാൻ പറയുന്ന അളവുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ജലാറ്റിൻ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ അതിനുശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു സോസ് പാൻ എടുക്കുക. ആ സോസ് പാനിലേക്ക് നമുക്ക് 1.5 കപ്പ് പാൽ ഊറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ 1.5 കപ്പ് പാൽ ഊറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർക്കണം. 1.5 കപ്പ് പാലിന് 1/2 കപ്പ് പഞ്ചസാര. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഈ പാലൊന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. ഇത് തിളയ്ക്കേണ്ട. പിന്നെ നിങ്ങളിത് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം ഇതൊന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ നമ്മൾ കുതിരാനായിട്ട് ജലാറ്റിൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ജലാറ്റിൻ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ആ ജലാറ്റിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജലാറ്റിന് ആ വെള്ളമെല്ലാം നന്നായിട്ട് കുടിച്ചിട്ടുണ്ട്. നമുക്ക് ആ ജലാറ്റിൻ പാലിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അവിടെ പാൽ നന്നായിട്ടൊന്ന് ചൂടായി വരണം. അപ്പോൾ ഈ പാല് നമുക്ക് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം. അപ്പോൾ ആ തണുപ്പിച്ചിട്ടുള്ള പാലാണിത്. ആ പാൽ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫെർമെന്റഡ് ഫുഡ് കളറാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അതൊരു 2 ഡ്രോപ്സ് മതിയാവും. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് വാനില എസൻസ് ആണ്. നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് ബീറ്ററുള്ളവർക്ക് ബീറ്ററിൽ അടിച്ചെടുക്കാവുന്നതാണ്. ഞാനിത് മിക്സിയിലാണ് അടിച്ചെടുക്കുന്നത്. ഇപ്പം നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള മിക്സ് ഒരു പാത്രത്തിൽ ഊറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. ഒരു 1/2 മണിക്കൂർ ആകുമ്പോൾ നന്നായിട്ട് സെറ്റായി വരും. അപ്പോൾ നമ്മൾ 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള പുഡിങ്ങാണ്. നല്ല പുഡിങ്ങാണിത്. വളരെ ഈസിയാണ് തയ്യാറാക്കാൻ. അതുപോലെ നമ്മൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആ ഒരു ടെക്സ്ചർ. അടിപൊളി ഒരു ക്രീമി ഫ്ലഫി ആയിട്ടുള്ള ടെക്സ്ചറാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പുഡിങ് ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.